നിനക്ക് തകർച്ചകളുണ്ട്, നിനക്ക് പ്രതിസന്ധികളുണ്ട്, നിനക്ക് പ്രശ്നത്തിൻ്റെ കൂമ്പാരങ്ങളുണ്ട്. പക്ഷേ അതിൽ നിന്നെല്ലാം നിനക്കൊരു അസാധാരണമായ ജയവുമുണ്ട്. റോമാലേഖനം 8-ാം അധ്യായം പറയുന്നു, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ഇന്ന് ഈ വചനം പറയുമ്പോൾ ഇന്നലകളിൽ പരാജയപ്പെട്ട് കിടന്ന ചിലയിടത്ത്, ഇന്നലകളിൽ തോറ്റുകിടന്ന ചിലയിടത്ത്, ഇന്നലകളിൽ ഒരിക്കലും കരയേറുവാൻ കഴിയത്തില്ലെന്ന് വാദിച്ച ചിലയിടത്ത് നിന്ന് നിങ്ങൾ അസാധാരണമായി ജയിക്കുവാൻ പോകുകയാണ്, അസാധാരണമായി വിജയിക്കുവാൻ പോകുകയാണ്. അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, പൂർത്തീകരണങ്ങൾ പറയുക. തലമുറകളെ കുറിച്ച് പറയുമ്പോൾ അവരുടെ തകർച്ചകൾ പറഞ്ഞുകൊണ്ടിരിക്കരുത്, അവരുടെ പരാജയങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കരുത്. അത് പറയാൻ ഒരു ഇടമുണ്ട്. അതെവിടെയാണ്? ദൈവസന്നിധിയിൽ ചെന്ന്, കർത്താവേ, എൻ്റെ കുഞ്ഞിന് ഇന്ന പ്രോബ്ലമുണ്ട്, ഇന്ന പ്രശ്നമുണ്ട്, എന്നാൽ അവനൊരു വാഗ്ദത്ത സന്തതിയാണെന്ന് ഞാൻ അറിയുന്നു, അവളൊരു വാഗ്ദത്ത സന്തതിയാണെന്ന് അറിയുന്നു. എന്നാൽ ഇന്ന് ഈ പ്രശ്നമുണ്ട്, ഇന്ന് ഈ പ്രതിസന്ധിയുണ്ട്, എന്നാൽ ഞാൻ ഈ പ്രശ്നങ്ങളെ അല്ല വിശ്വസിക്കുന്നത്, ഈ പ്രതിസന്ധികളെ അല്ല ഞാൻ വിശ്വസിക്കുന്നത്, നിന്റെ വാഗ്ദത്തങ്ങളെയാണ് വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞ് ധൈര്യത്തോടെ പ്രാർത്ഥിക്കുവാൻ കർത്താവ് ഇന്ന് ഓരോരുത്തരോടും പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ ഒരു ബുദ്ധി ഉപദേശം നൽകുകയാണ്. പൂർത്തീകരണം പറയുക.